ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പോൾ പായസം ഉണ്ടാക്കട്ടെ എന്ന് അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ ഓക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ പാലട പായസം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. നേരെ അടുക്കളയിലേക്ക് വിട്ടു, അട വേവിക്കാൻ വെച്ചു. അതുപോലെ തൊട്ടപ്പുറത്ത് നമ്മൾ പാലും തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാലട പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പായസങ്ങളിൽ. അപ്പോൾ അത് കാരണം ഞാൻ പായസം ഉണ്ടാക്കാൻ കയറിയപ്പോൾ കയ്യിരിപ്പാണ്ടല്ലോ എന്ന് കരുതിയിട്ട് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടോ. അപ്പോൾ കാരണം പിന്നെ പേടിക്കാനില്ല. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചു അങ്ങനെയൊക്കെ നിന്നു. കാരണം എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. പായസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാലട തന്നെയാണ്. അപ്പോൾ എന്നെപ്പോലെ പാലട ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഞാനും അമ്മേനെ ഹെൽപ്പ് ചെയ്തു, അമ്മ തിരിച്ചും എന്നെ ഹെൽപ്പ് ചെയ്ത്. കാരണം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം അറിയാം, എന്നാലും ഒന്ന് കയ്യിൽ നിന്ന് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അമ്മ വന്നത്. വേറൊന്നല്ല, അവർക്കും കൂടി കുടിക്കേണ്ടതല്ലേ പായസം. അങ്ങനെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്ന് പിന്നെ അതിലേക്ക് നമ്മൾ അട ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വാട്ടിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ എനിക്കാണെങ്കിൽ കറികൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഇതുപോലെയൊക്കെ ഇങ്ങനെ കുറേ നേരം ഇളക്കി നിന്ന് അതിലിങ്ങനെ കളിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഗൈസ്. അത് കോരിയൊഴിച്ച് അങ്ങനെ അത് മൊത്തം അവിടെ കളയും. അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ പായസം എന്തായാലും സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് പായസം ഭയങ്കര തിക്കായിട്ട് ഇരിക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെ അട മാത്രം കട്ട പോലെ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കി മെൽറ്റാക്കിയിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ നമ്മുടെ പായസം റെഡി.